മക്കളെ ടൗണിൽ വെച്ച അപ്പനെ കണ്ടത്. ഇവരൊന്നും അറിയാഞ്ഞോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു അത്രേ. ഞാൻ വിളിച്ചപ്പോ വരാനൊരു മടി. ഇവിടെ സുഖമാണോ മോളെ? ഉപദ്രവമൊന്നുമില്ല. പിന്നെ ഇവിടെ ആയതുകൊണ്ട് മനസമാധാനമെങ്കിലും ഉണ്ട്. നേരം വൈകിയപ്പോ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്തു പറ്റി? ടൗണിൽ വെച്ച ഒരാളെ പരിചയപ്പെട്ടു. അയാൾ തൽക്കാലത്തേക്ക് ഒരു ജോലി ശരിയാക്കി. നാടക കമ്പനിയില്ല. നാടകത്തിന് പിന്നണിയിൽ വയലും വായിക്കണം. ഇപ്പൊ കളി ആരംഭിക്കുന്ന സീസണാണല്ലോ. നാളത്തെ കഴിഞ്ഞ് റിഹേഴ്സലെല്ലാം പറഞ്ഞു. പ്രാക്ടീസിന് വേണ്ടി അവരെന്ന വയലിനായത്. ഏതായാലും അറിയാവുന്ന തൊഴിൽ തന്നെ കിട്ടിയല്ലോ. വലിയ ഭാഗ്യായി. എടോ മാഷേ, താൻ പറഞ്ഞ പി കിട്ടിയില്ല. പക്ഷെ അതിനേക്കാളും ജോറൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തുറക്ക. അപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട മോളെ, വരുന്ന വഴി ഞാനും ലൂയിസും കാപ്പി കുടിച്ചു. എനിക്ക് ഊണ് കഴിക്കാം. നേരമല്ലോ. ദേ കുളിക്കുന്നുണ്ടോ? പിന്നെ അപ്പച്ചനോ? ഓ, കുളിക്കാം. പച്ചവെള്ളത്തിൽ കുളിക്കണ്ട. ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ പിന്നെ പുഴവെള്ളത്തിൽ കുളിച്ച് ശീലമായി പോയി. മേരി അപ്പനെ കുറിച്ച് വെള്ളം. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ. എന്താ കൂട്ടാ ഇത്? കളിത മാഷ് വരെ കൂടുണ്ട് കേട്ടോ. തനിക്ക് പറഞ്ഞനുസരിച്ച് എന്താ? പറഞ്ഞനുസരിച്ച് എന്താന്ന് എന്താ ചുട്ട പടയാൻ വെച്ചരും. ഓ വെണ്ണക്കട്ടി. അപ്പോഴേക്കും കരയാൻ തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ തമാശക്ക്. മാഷുമാരുടെ പിണക്കൊക്കെ തീർന്നോ? നമ്മളൊന്നും പിണങ്ങി കൂട്ടാ. അമ്മയ്ക്ക് തോന്നിയതാവും. ശരിയെന്ന് മാഷേ, ഞാൻ പോട്ടെ. ഞാനും വരുന്ന ലൂയിസ്. അപ്പനെങ്ങോട്ടാ? അപ്പം പിന്നെ വരാം. ഞങ്ങളോട് കഴിയാൻ അപ്പോഴും പേടി. അതല്ല, ഇവിടെ വന്നപ്പോ എന്റെ മോള് തൻ്റെ ഉള്ള ഒരാളിന്റെ തണലാണെന്ന് കണ്ടപ്പോ സമാധാനം തോന്നി. ഞാൻ ഇനിയും വരും. വേളാങ്കണ്ണി പോയി കുറച്ച് ദിവസം വ്രതം ഇരിക്കണം. തിരുശേഷിപ്പിന്റെ തിരുനാളിന് ഗോവയിലും പോണോന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പൊ ഞാനും ഉണ്ട്.
ഇനി വരുമ്പോ അപ്പൂപ്പൻ മോനെ കൊണ്ടുപോയിക്കോളാം. തീർത്ഥയാത്ര മടുത്തു തോന്നുമ്പോ അപ്പൻ ഇങ്ങോട്ട് വരാം. ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം. അപ്പൂപ്പനൊരു ഉമ്മതാ മോനെ. അന്ന പക്ഷെ നമുക്കില്ലേ? ആ. അപ്പൻ. വരട്ടെ മോനെ. അതെ. ശരി. കുട്ടൻ അപ്പൻ്റെ കൂടെ വരണോ? ഇല്ല. അപ്പൊ പപ്പടോടെ വാങ്ങിച്ചു തരാം. വേണ്ട. കപ്പലണ്ടി കൂടെ വാങ്ങിച്ചു തരാം. വേണ്ടന്നേ. പെപ്പർ മുട്ടായി വാങ്ങിച്ചു തരാം. വേണ്ട. ഇന്ന് കൊഞ്ചാണ്ട് എടുത്തോണ്ട് വാടാ പിടിക്കേ. മാഷേ, നമ്മുടെ കുട്ടൻ. കുട്ടൻ എന്ത് പറ്റി? ആ മനുഷ്യൻ അയാള് പിടിച്ചോണ്ട് പോയി. ആരെ? ലാസറ? എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല. അയാളുടെ വീട്ടിലേക്കാവും. ഏതായാലും നേരം എടുക്കട്ടെ. എന്റെ മോൻ എന്നെ പിരിഞ്ഞ് ഇതുവരെ ഒരു രാത്രി പോലും നിന്നിട്ടില്ല. അവനിപ്പോ ധൈര്യമായിട്ട്. കുട്ടൻ ഒരു ആപത്തും വരില്ല. എന്തൊക്കെയായാലും അവന്റെ അപ്പനല്ലേ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൻ കണ്ണു ചോരില്ലാത്ത വർഗം എന്ത് ചെയ്യാനും മടിക്കില്ല. നോക്ക് മേരി, കുട്ടനില്ലാതെ എനിക്കും കഴിയാൻ പറ്റില്ല. അവനിപ്പോ എന്റെ മോനല്ലേ. അപ്പോഴത്തെ വാശിക്ക് പിടിച്ചോണ്ട് വന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഈ ചെക്കനൊരു ശല്യമായി തീർന്നല്ലോ. നമ്മൾ രണ്ടുപേരും കൂടി ഈ ചെറുക്കന് കാവലിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി പോണ്ടേ? നിനക്ക് വണ്ടി കയറണ്ടേ? അതിപ്പോ താൻ പറഞ്ഞിട്ടല്ലേ ചെക്കനെ പിടിച്ചോണ്ട് വന്നത്. താൻ കുറച്ചു ദിവസത്തേക്ക് പള്ളി പോകണ്ടാടൂ. സൂക്കേടായി കിടക്കണം. അച്ഛനോട് പറഞ്ഞേക്കണം. കപ്പ്യാട് ദിവസവും പള്ളിയിൽ പോകണമെന്ന് നിയമം വല്ല ഉണ്ടോ? ഏയ്, കപ്പ്യാർക്ക് ചന്തയിലുള്ള പണി. അവര് രണ്ടുപേരും കൂടി കരഞ്ഞ് പിഴിഞ്ഞ് ചെക്കനെ അന്വേഷിച്ച് നടക്കണത് ആലോചിക്കുമ്പോ ഒരു സുഖം. അവര് തേടി ഇവിടെ വരും. അപ്പൊ നമ്മൾ നമ്മുടെ തനി സ്വഭാവം കാണിക്കണം ലാസറൂട്ടോ. സംഗതി കൊള്ളാം. പക്ഷെ ചെക്കനെങ്ങനെ പൊത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയല്ലേ? അവൾ എന്നോട് കാണിച്ച നെറികേട് ആലോചിക്കുമ്പോ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല. അത് നിന്റെ സ്വഭാവത്തിനും എടുക്കൊണ്ടാ അവൾ അവന്റെ കൂടെ പോയത്. പിന്നെ മറ്റടുത്ത് വർത്താനം പറയരുത്. ഓടാണത്. എന്താ? ഏയ്, ഇനിയിപ്പോ എന്താ? അപ്പിടാനുള്ളതല്ലേ?
സുഖമായിട്ടിട്ടെ. അതിന് താക്കോൽ കൂട്ടി ഞാൻ കയ്യിൽ വെച്ചിരിക്ക. പറമ്പിൽ പോയി അപ്പിട പട്ടി. ഒന്നും കൂടെ ഒഴിക്കട കാട്ട് കള്ള. ഇന്ന് എനിക്കൊന്ന് സുഖാവണം. ചെക്കൻ ചെക്കൻ മൂടും. മോനെ നീ നിക്കടാ. താറാമുട്ട മുഴുകി തരാം. അപ്പനാണല്ലോ ചെക്കൻ ഓട്ടോ ഓടണേ. നീ ഒന്ന് ഓടറാ. നീ എങ്ങനെ വണ്ടി ഓടിക്കുന്നേ? മോനെ നിക്കടാ കുട്ടാ. ഓടാനും പറ്റില്ലല്ലോ. പിടിക്കാൻ നീ പിടിക്കണോ? നീ പേര് വേണം. ഈ ചെക്കൻ കയ്യിൽ പോയിന്നാ തോന്നുന്നു. അതിന് വല്ലതും തിന്നാൻ കൊടുക്ക. എന്നിട്ടല്ലേ തിന്നടാ. എനിക്ക് വേണ്ട. തിന്നാൻ എനിക്ക് വേണ്ട. പറഞ്ഞതനുസരിക്ക്. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന് ചാകാൻ തിന്നൂല. കഴിവേറാ മനെ. നീ തിന്നുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടവനെ നിന്നെ കൊള്ളു ഞാൻ. പറഞ്ഞതനുസരിക്ക്. തിന്നടാ. മതിയുടെ ലാസറെ ചെക്കൻ ചത്തുപോകും. മനസ്സിലാക്കട്ടെ. ജയിലിൽ പോയി കിടക്കാൻ നിനക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് പേടിയില്ല. പണ്ടാറടങ്ങാൻ പറഞ്ഞാ കേൾക്കാണ്ടായി പിന്നെ ഞാനെന്താ ചെയ്യാ? അത് ശരിയാ. നിന്റെ അല്ലേ മോൻ. അതിന്റെ ഗുണം കാണിക്കാണ്ടിരിക്കും. തുടങ്ങിയ എന്റെ വെക്കിട്ട് കയറാൻ ഞാനെന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ. വീട്ടിലെ ആസറേ നമ്മൾ തമ്മിൽ എന്തിനാ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. അപ്പോഴാ വീണ്ടും തെരേസ പറഞ്ഞപ്പോഴാ ഞാൻ ഇവരെ പറയുന്നത്. ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാവും. ഏതായാലും അച്ഛൻ തന്നെ ഇടപെടാതെ വയ്യ. വയ്യല്ലോ. സ്വന്തം അപ്പനല്ലേ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഞാൻ ഇടപെട്ടാല് അതിപ്പോ അതേതായാലും തൽക്കാലം വേണ്ട. എന്റെ കൂട്ടൻ ഇപ്പൊ എവിടെയാ ഒന്ന് വെക്ക? വെക്കാനുള്ള കളിക്കണേ. ഇവിടെ ഇവിടെ വെച്ചോളൂ, അപ്പുറത്ത് അപ്പുറത്ത് വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. പക്ഷെ എന്നെ മാത്രം നീ വെക്കരുത്. അപ്പൊ ഞാൻ ദേ ഇവിടെയൊക്കെ വെച്ചു. അപ്പൊ ഞാൻ പതുക്കെ ഇവനിങ്ങനെ എടുത്തു വെച്ചു. അച്ഛൻ ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വരണേ? എന്ത് പറ്റി കപ്പിയാർക്ക്? തുള്ളപ്പനി. അച്ഛൻ എത്ര ബുദ്ധിമുട്ടി, ഇത് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന്. എന്റെ അമ്മേ. തുള്ളപ്പനി അല്ലേ? അച്ഛൻ എന്താണാവോ ഈ വഴിക്ക്? വാതില് തുറക്ക്. വാതില്
ആരാ അത്? ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ അച്ചോ. എന്റെ മോന, അവനെ കുറച്ച് അച്ചടക്കം പഠിപ്പിക്കാ ഞാൻ. തെറ്റുണ്ടോ അച്ചു? നാസറേ, നിന്റെ ഈ വാശിയും വൈരാഗ്യവും ഒന്നും നല്ലതല്ല. ആ കൊച്ചിനെ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്ക്. അത് തീരുമാനിക്കേണ്ടത് അവന്റെ അപ്പനാ, അച്ഛനല്ല. ചെന്ന് പറഞ്ഞേരെ, അവിടെ എടുത്തും അവിടെ മറ്റവന്റെ അടുത്തും. നാസറേ, നിനക്ക് ദേഷ്യവും വഴക്കോട്ടെ, അതിന് കൊച്ചെന്ന് വിളിച്ചു. അതിന് കിട്ടി കഷ്ടപ്പെടുത്തതിനാ. അച്ഛൻ വളാൻ സംസാരിച്ച് ചീത്തയാ നിൽക്കണ്ട. ആ നാസറിനെ നിങ്ങൾക്കാർക്കും അറിയില്ല. തനിക്ക് ഇതിനൊന്നും പറയാനില്ല റപ്പായി. ഉണ്ട്. ഞാൻ അറിയാൻ പാടില്ലാന്ന് ചോദിക്കാ. അച്ഛൻ ഈ പള്ളിയത്തെ ചുറ്റിക്കളി നോക്കി അവിടെ ഇരുന്നാ പോരെ? താന്റെ പള്ളിയിലെ കപ്പ്യാരാ, അത് മറക്കണ്ട. അതാണ് പള്ളിയില്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. നാണല്ലോ അച്ഛന് ആ ചെറ്റകളുടെ കാര്യത്തിന് വക്കാലത്തും കൊണ്ടുവരാൻ. സൂക്ഷിച്ച് സംസാരിക്കണോ കപ്പ്യാരെ? പേടിപ്പിക്കാതെ അച്ഛോ. ഞാനും കുറച്ച് അച്ഛന്മാരോടെ പണിയെടുത്തിട്ടുള്ളതാ. അച്ചോ, ഇരുട്ട് മുമ്പ് അങ്ങ് എത്തുന്നതാ നല്ലത്. നേരം വൈകിക്കണ്ട. ചന്ദ്രകല്ലാതര പലയമ വലയമ ചന്ദ്രമുഖമര വങ്കല പരമ കാലത്തുണ്ണിയടിപ്പിരല്ല ചന്ദ്രമുഖമര വങ്കല പരമ കാലത്തുണ്ണിയടിപ്പിര കല്ലടിക്കറുകിന വരിലും പണ്ടനാകുകിനവനും പോകയുണ്ട് കല്ലടി പറ്ററും എല്ലാടും അറിയോ മത്തുമ്മിരായി ുന്ന പേരയ്ക്ക് കാരണം ചെല്ലമ്മ ഗോപക്കാര മത്തുമ്മിര ചന്ദനപ്പൊട്ടിക്ക് പണ്ടടിക്ക് പൊട്ടാടി നീയുണക്ക് ചന്ദന പൊട്ടിക്ക് ചന്തിക്ക് പൊട്ടിക്കു ചന്തയുണ്ടോ മത്തുമ്മിര നിർത്താറായില്ലേ? കുറെ നേരമായില്ലോ തന്നെ തുടങ്ങിയിട്ട്. വയസ്സായെന്നും ഞാൻ വിചാരിക്കില്ല. തന്റെ ഈ ഉടുക്കും ഭാവൊക്കെ ഞാൻ ചവിട്ടി പിടിച്ച് കാട്ടുകളയും. ഉണ്ട് മൂർക്കം പാമ്പോ ഇയാള്. അയാൾ തെറി വിളിക്കും, ചിലപ്പോ തല്ലിയെന്നും വരും. സഹിക്കണം. കുട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് ലോയം കാണിച്ചാലും തരക്കേടൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? അരിശ അടങ്ങിയതിനു ശേഷം നിന്നെ കാണുമ്പോ മറ്റൊരു ലഹരിയാണ് അയാൾക്ക് തോന്നുന്നതെങ്കിൽ അതും സഹിക്കണം. കുട്ടനാണ് പ്രശ്നം. അപ്പോ എനിക്കറിക്കുന്നത് എന്തോ ആവാന്നാവും അല്ലേ? ഞാനൊരു പ്രശ്നമല്ല എന്നല്ല, കുട്ടൻ അവനെ തിരിച്ചെടുക്കണ്ടേ? അവനേക്കാൾ വലുതായി നമുക്ക് വേറെന്താ ഉള്ളത്? അതാലോചിക്ക്. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. ഞാൻ ദാ അവിടെ ഇരിക്കാം. ചെല്ല്.
അപ്പൊ നിനക്ക് കെട്ടിയവന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാം അല്ലേടി? കുട്ടനെവിടെ? ആ വരുത്തം തന്നെയാണോടി ഇപ്പോഴും നിന്റെ ആള്? എന്റെ മോൻ എവിടെന്ന്? ചെക്കൻ അവന്റെ തന്തേരെ കൂടെ പോയി സവാരിക്കേ. പിള്ളേരല്ലേ? അല്ല അത് പോട്ടെ, അവന്റെ തന്ത എന്റെ അനുജൻ തന്നെയാണോടി? മഹാഭാവി, എന്റെ മോൻ എവിടെന്ന് എനിക്ക് അറിയേണ്ടത്. നിക്ക് 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 നിക്ക്. എനിക്ക് എന്റെ മോനെ കാണണം. അക്ക കാണിച്ച നീ അവനെ ഒരു അത്യാവശ്യമായിട്ട് പോയിരിക്കുക. ചേട്ടാന്ന് വിളിക്കുമ്പോളെ നീ വഴി വിട്ടോ. അവനിവിടെ ഇല്ലാത്ത ചക്കന് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. നീയുണ്ട കൂടെ കുറെ കാലായി നിനക്ക് രണ്ട് തരണം എന്ന് വിചാരിച്ചിട്ട്. ഇന്നേ തരായുള്ളൂ. എന്താ എന്താ നീ ശത്രുവിനെ എന്റെ അമ്മ വേദന കൊണ്ടു. ഇതെന്താ? ഞാൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ. പറയണെങ്കിൽ നീ കൈ വിടാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. വിടറോ തെണ്ടി വിട്ടാൻ എന്തൊരു കഷ്ടത്. ഒന്നും പറയാൻ പറ്റണോ? ഇടോ വിടാൻ ശ്വാസം വിട്ടുണ്ടോ? അയ്യോ വേദനയാണ്. അമ്മേ നോക്കിയേ, കുട്ടികളെ വേണ്ടു. ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും നോക്കുള്ളൂ. എന്തിനാ ഇങ്ങനെ ചെയ്യണേ? അമ്മേ
മേരി 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 കരയരുത് കുട്ട, ഞാനല്ലേ പറയുന്നു, കരയരുത്. നിനക്ക് ഞാനില്ലേ? നിനക്കറിയോ, നിന്നെ കാണുന്നതിന് മുമ്പ് മാഷുക്കും ആരും ഉണ്ടായിരുന്നില്ല. ആരും സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ലാതെ വന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. നീ കേൾക്കണുണ്ടോ? മോഹനെ ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും വിളിക്കുന്ന കേൾക്കാൻ കാതുകുർത്ത് വളർന്ന് നിന്നെ പുറത്ത് അവന്റെ സങ്കടം നിനക്കറിയോ കുട്ട? നിനക്കറിയില്ല, ആർക്കും അറിയില്ല, ആർക്കും ഒരിക്കലും അറിയില്ല. നിനക്ക് ഞാനില്ലേ? നിനക്കും എന്നെ വേണ്ടെന്നാണ് കുട്ട? നിനക്കും എന്നെ വേണ്ട? എന്നെ വേണ്ട? എന്നെ വേണ്ടേ കുട്ട? എന്റെ മോനെ